ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ വ്യൂ കുറയാനുള്ള 4 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്യുക. ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. മലയാളത്തിൽ ഇന്ന് ചാനലുകൾ ഒരുപാടുണ്ട്. അതായത് ഡെയിലി 1000-2000 കണക്കിന് ചാനലുകൾ ക്രിയേറ്റ് ആവുകയാണ്. പക്ഷെ പണ്ടാണെങ്കിൽ കുറച്ച് ചാനലുകൾ മാത്രമേ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് സബ്ജക്റ്റുകൾ, അതായത് ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ട്രാവലിങ്, കുക്കിങ്, പിന്നെ നമ്മുടെ യൂട്യൂബ് ടിപ്സ്, അതേപോലെ തന്നെ നമ്മളുടെ ടെക് ചാനലുകൾ ഒരുപാട് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് എല്ലാ ആൾക്കാർക്കും യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഫേമസ് ആകണം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. പക്ഷേ എല്ലാവരും എന്താവും, നമ്മുടെ ഫസ്റ്റുള്ള ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എന്തൊക്കെ എല്ലാവരും ചാനൽ ക്രിയേറ്റ് ചെയ്യും, 1, 2, 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യും, പിന്നെ അവിടെ കഴിഞ്ഞു. പിന്നെ അവിടെ ചിന്താഗതി എന്താ വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബ് കൗണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ വ്യൂസ് വരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആണ്. പക്ഷേ ഒരാൾക്കും എന്താണില്ല, പിന്നെ ഐഡിയ ഇല്ല. അതേൾക്ക് തന്നെ മെസ്സേജ് അയക്കുകയാണ്, ഏട്ടാ എന്താണ് വീഡിയോസിൽ എന്ത് സബ്ജക്റ്റാണ് ചെയ്യാന്നൊക്കെ. ശരിക്കും നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ പിന്നെ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഒന്നെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതിന് കഴിയില്ലെങ്കിൽ വീക്കിലി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വീക്കിലി 1 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ 1 വീഡിയോസെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക മാക്സിമം. പക്ഷെ ഏറ്റവും ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നല്ല കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ 1, 2 ഏതെങ്കിലും വീഡിയോസ് കയറി ട്രെൻഡിങ്ങിലോ അല്ലെങ്കിൽ ക്ലിക്കായി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക് നിങ്ങളുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അടുത്ത വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അതേപോലത്തെ ചാനലുകൾ യൂട്യൂബിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ലൈക്ക് അടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് വാച്ച് അവർ കൂട്ടി കൊടുക്കാൻ ശ്രമിച്ചു കൊടുക്കുക. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ ചാനൽ എന്താവും, വിജയിക്കും. അതേപോലെ തന്നെ പക്ഷേ ഏതൊരു യൂട്യൂബറിനുള്ള ഒരു മാനസികമായിട്ടൊരു പ്രശ്നമാണ് എന്ത്, മറ്റുള്ളവരുടെ ചാനലിൽ ഞാൻ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വാച്ച് അവർ കൂടുമോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൗണ്ട് കൂടുമോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആയിരിക്കും സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലുള്ള സപ്പോർട്ട് ലഭിക്കും തീർച്ചയായിട്ടും. അടുത്ത പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ചാനലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താകും, നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തെന്നല്ല കേട്ടോ ഒരിക്കലും പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊളാബറേറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ കാർഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.